സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവത്തിന് ഒരു ഭവനം പണിയണമെന്ന് ദാവീദ് കലശലായി ആഗ്രഹിക്കുകയാണ്, ഒരു രമ്യഹർമ്മ്യം. പക്ഷെ നാഥൻ ആഗ്രഹിച്ചത് അവനോടൊപ്പം കൂടാരത്തിൽ പാർക്കാനാണ്. ലൈക്ക് ഗുഡ് ഓൾഡ് ടൈംസ്, പുറപ്പാടിൻ്റെ ഗൃഹാതുരത്വം ഉണർത്തിക്കൊണ്ട്. ഇതാണ് തിരുപ്പിറവിയുടെ കാതലായ സന്ദേശവും. വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചുവെന്ന് യോഹന്നാൻ ശ്ലീഹ പറയുന്നില്ലേ? ഓൾഡ് ലാങ് സായിൻ എന്ന പ്രശസ്തമായ ആ ക്രിസ്മസ് കീർത്തനം പോലെ പഴയ കാലങ്ങളുടെ സ്മൃതി ഉണർത്തുകയാണ്. 2 സാമുവേൽ 7. തനിക്ക് ഒരു ഭവനം ബൈത്ത് നിർമ്മിക്കാൻ ആഗ്രഹിച്ച ദാവീദിനെ തൻ്റെ ബേൻ പുത്രനായി ദൈവം ഉയർത്തി. ചമക്കുക എന്നർത്ഥം വരുന്ന ബാന എന്ന വാക്കിൻ്റെ സംബന്ധികളാണിതെല്ലാം. അരക്ഷിതാവസ്ഥകളുടെ ജീവിത ചുഴികൾ തീർത്ത അസ്വസ്ഥതകൾക്ക് മേൽ ദൈവം വിസ്മയം തീർക്കുന്നു, സ്വസ്ഥത വിരിയിക്കുന്നു. ദാവീദിൻ്റെ പുത്രന്മാരെ തൻ്റെ തന്നെ മക്കളായി കാണുവാൻ അവിടുന്ന് അവരുമായി ഉടമ്പടി ഉറപ്പിക്കുകയാണ്. ഞാൻ അവർക്ക് പിതാവായിരിക്കും. ക്രിസ്തു തന്നെ തന്നെ ദാവീദ് പുത്രൻ എന്ന് വിളിക്കുമ്പോൾ തെളിയുന്നതും ഈ പാരസ്പര്യം തന്നെയാണ്. ദാവീദിൻ്റെ കർത്താവായവൻ ദാവീദിൻ്റെ പുത്രനുമാണ് എന്ന വിശേഷണത്തെ ചൊല്ലി ക്രിസ്തു നൽകുന്ന ഒരു വ്യാഖ്യാനവുമുണ്ടല്ലോ. മനുഷ്യാവതാര രഹസ്യം അതിലെത്ര സുന്ദരമായിട്ടാണ് വിടരുന്നത്. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ഒരു വിച്ഛേദനത്തിനും വഴി കൊടുക്കാത്ത നിത്യവിശ്വസ്തമായ ദൈവത്തിൻ്റെ സ്നേഹകാരുണ്യമുണ്ട്, ഖെസദ്. അതിൻ്റെ ഭാവമാണ് ഇവിടെ വായിച്ചെടുക്കേണ്ടത്. ദൈവത്തിൻ്റെ ഈ വിശ്വസ്ത സ്നേഹകാരുണ്യത്തിന് ബദലായി സമാന്തരമായി ഒഴുകുന്ന മനുഷ്യൻ്റെ സ്നേഹനിരാസങ്ങളുടെ ഒരു ചോരച്ചാരം നമ്മൾ കാണേണ്ടതുണ്ട്. ഇന്ന് സങ്കീർത്തനം 89 ഈ ഒരു വസ്തുതയെ നിരീക്ഷിക്കുകയാണ്. ദൈവം തൻ്റെ തന്നെ ഭവനമായി പണിതുയർത്തിയ ദാവീദ് ഭവനത്തിന് വരുന്ന അപജയം. ദൈവം ദാവീദ് പുത്രന്മാരെ തിരസ്കരിക്കുമോ എന്നൊരാശങ്കയാണ് ഈ ധ്യാനത്തിന് ആധാരം. ദൈവം തൻ്റെ നിത്യവിശ്വസ്തമായ ഉടമ്പടി മറന്നുവെന്നാണോ? എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവം ദാവീദ് പുത്രന്മാരെ മറന്നുവോ എന്നല്ല, ദൈവം ഒരുക്കിയ ദാവീദ് പുത്രനെ നമ്മൾ മറന്നുവോ എന്നതാണ്. ക്രിസ്തുവിനെ. ആശങ്കകളിൽ നിന്ന് ആശ്രയത്വത്തിലേക്ക്, ഫ്രം ഡൗട്ട് ഡിപ്പെൻഡൻസ്, ഈ സങ്കീർത്തനം പടികയറുന്നത് അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനാകും. ഒരു പിടികിട്ടാപ്പുള്ളിയെപ്പോലെ, കുറ്റവാളിയെപ്പോലെ പേടിച്ചോടുന്ന എന്നെ ദൈവം പിടിച്ച് തൻ്റെ മടിയിലിരുത്തി ആശ്വസിപ്പിക്കുകയാണ് ആ സ്നേഹതാതൻ. ഞാൻ അങ്ങനെ അവൻ്റെ പുത്രനായി ബേൻ, അവൻ്റെ ഭവനമായി ബയീത്ത്, വിസ്മയത്തിൻ്റെ ചമത്കാരമായി ബാന. ദൈവം നമ്മോടൊപ്പം പാർപ്പുറപ്പിക്കുന്ന സ്വസ്ഥതയാണിത്, മെനുവ. എലിസബത്ത് ദൈവകരുണയുടെ ഈ വാതായനം കടന്ന് വിസ്മയത്തിൻ്റെ വാതായനങ്ങൾ തുറക്കപ്പെടുന്നത് കാത്തിരിക്കുന്നത് ഇന്നലെ നമ്മൾ ധ്യാനിക്കുന്നുണ്ടല്ലോ. അവളുടെ ഭർത്താവ് സഖറിയാകട്ടെ, എന്നാൽ ഈ വിശ്വാസപർവം അത്ര എളുപ്പം കടന്നൊരു മനുഷ്യനായിരുന്നില്ല. ആ വിശ്വാസം കൊണ്ട് മൊഴിയടഞ്ഞവനായി അവൻ മാറുന്നുണ്ടല്ലോ. ഇന്നിതാ അവൻ്റെ നാവിൻ്റെ കെട്ടുകളഴിഞ്ഞ് അവൻ തൻ്റെ ഉണ്ണിയായ യോഹന്നാനെ കയ്യിലെടുത്ത് പാടുകയാണ് ആ സ്തോത്രഗീതം, ബെനദിക്തൂസ്, ലൂക്ക 1:67 മുതൽ. ഭയമില്ലാതെ പരിശുദ്ധിയോടെ നീതിയോടെ ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യാൻ നമ്മൾ ശക്തരാക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇത് പുത്രത്വലബ്ധിയുടെ ആത്മാവ് തന്നെയാണ്. നമ്മൾ ദൈവമക്കളായി തീർന്നിരിക്കുന്നു. 2 തിമോത്തി 1:17 മുതൽ റോമർ 8:15. ഉന്നതത്തിൽ നിന്ന് നമ്മെ തൊടുന്ന ഉദയരശ്മി പോലെ ക്രിസ്തു വന്നിരിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹകാരുണ്യത്താലാണത്ര ഇത് സംഭവിക്കുന്നത്. വെളിച്ചം നമ്മെ തൊടുകയാണ്. അതാണല്ലോ ഉദയരശ്മി.